യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാം വചനം. യോഹന്നാൻ 3:31. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഇന്നലെ നമ്മള് യോഹന്നാൻ 3:30 കാരണമാണ് യോഹന്നാൻ 3:31 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവൻ വളരേണ്ടത്. കാരണം ഇവിടെ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എന്നുള്ള സങ്കീർത്തനം 113:4-5. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു, അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന് തുല്യനായ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അത് ഈശോയുടെ എമിനൻസ് ഓഫ് റാങ്കിൽ എത്ര ഉന്നതമാണെന്നാണ് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇതുപോലെ അധികാരത്തിലും ശക്തിയിലും ഉന്നതമാണ്. എഫേഷ്യൻസ് 1:22. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നു, ഭൂമിയിൽ നിന്നുള്ളവൻ. ജോബ് 4:19. ജോബ് 4:19. എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക. ഏശയ്യാ 29:4. ഏശയ്യാ 29:4. അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും, പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദം ഉയരും. ഭൂതത്തിൻ്റെതുപോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും, പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും. യോഹന്നാൻ 8:23. യോഹന്നാൻ 8:23. അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഈ വ്യത്യാസമാണ് ശിഷ്യന്മാരെ അറിയിക്കുന്നത്. ഈശോ ഉന്നതത്തിൽ നിന്നുള്ളതാണ്, ഞാൻ ഈ മണ്ണിന്റെയാണ് എന്ന് പറഞ്ഞ് തന്നെ എളിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഇവിടെയുള്ളത്, അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണ് സംസാരിക്കുന്നത്, അതാണ് മനുഷ്യൻ. മത്തായി 26:73. മത്തായി 26:73. കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ് തീർച്ച, നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. മത്തായി 12:34. മത്തായി 12:34. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലേക്ക് ഒരു ചോദ്യം വരേണ്ടതുണ്ട്. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നടന്നതാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ എങ്ങനെ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കും? ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു ചോദ്യം. ഇപ്പോ എത്രമാത്രം ഉന്നതമാണെന്ന് ഈ ശിഷ്യരെ പഠിപ്പിക്കും. ഈശോയായിട്ടാണ് കമ്പാരിസൺ. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്, നമ്മളെ വലുതാക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഭൗതിക തലത്തെ മനസ്സിലാക്കുന്നത് ഈശോയുടെ തലച്ചിട്ടാണ്. ഈശോ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ കമ്പയർ ചെയ്യുന്നത് പിതാവായിട്ടാണ്. 12:49. യോഹന്നാൻ 12:49-50.
എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണം എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് യോഹന്നാൻ ഈശോയുടെ ജ്ഞാനത്തിൽ നിൽക്കുമ്പോ ആളൊന്നുമല്ല എന്നുള്ള ഒരു എളിമയാണ് അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. കൊളോസ്യർ 2:3. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഏശയ്യ 55:9. ഏശയ്യ 55:9. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഈ ഉന്നതമായത് ഈ പാപികളായ നമുക്ക് ദൈവം തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. അതാണ് ദാനിയേലിന് കൊടുത്തത്. ഈ കൊളോസ്യർ 2:3 ദാനിയേലിന് കൊടുത്തു, നമുക്കും നൽകുന്നു. എന്താണത്? ദാനിയേൽ 9:22. ദാനിയേൽ 9:22. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. 2 പത്രോസ് 3:18. 2 പത്രോസ് 3:18. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവം നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു എളിയ ഭാവം എത്ര ദൈവം തന്നാലും നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. കൃപയിൽ വളരണം. മത്തായി 10:20. മത്തായി 10:20. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. 2 സാമുവേൽ 23:2. 2 സാമുവേൽ 23:2. കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ. ലൂക്ക 21:15. ലൂക്ക 21:15. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മത്തായി 16:17. മത്തായി 16:17. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. 2 പത്രോസ് 1:21. 2 പത്രോസ് 1:21. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. പ്രഭാഷകൻ 34:6. പ്രഭാഷകൻ 34:6. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക. 1 കൊരിന്തോസ് 15:10. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.